നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. വാൽപ്പാറ ദുരന്തത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ ഒരു സ്കൂളുണ്ട് കേരളത്തിൽ. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂള്. എല്ലാ അർത്ഥത്തിലും പുത്തൻ തുടക്കമാണ്. ക്ലാസ് റൂമുകൾ നവീകരിച്ചു, കൂടുതൽ സൗകര്യമൊരുക്കി, സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റി, അധ്യാപകർക്ക് പകരം പുതിയ അധ്യാപകർ വന്നു. മങ്കട ബ്ലോക്ക് തല പ്രവേശനോത്സവമാണ് പാങ് സ്കൂളിലുള്ളത്. CV അനുമോദുണ്ട്. അനുമോദ് ഒരിക്കലും മറക്കാനാവില്ല അവിടുന്ന് വിടവാങ്ങിയ അധ്യാപകരെയും മറ്റും. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ഓർമ്മകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിജീവിക്കുകയും വേണമല്ലോ. അതിനുള്ള ശ്രമത്തിലാണോ ആ സ്കൂള്? രഞ്ജിത്ത്, ഒരു പുതിയ തുടക്കമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച്. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൊണ്ടും അടിമുടി മാറിയിരിക്കുകയാണ് സ്കൂളിലുള്ളത്. ഹെഡ് മാസ്റ്ററുടെ ചാർജുള്ള മാഷ് നമ്മുടെ കൂടെ ഉണ്ട്. മാഷെ, നല്ല തിരക്കാന്നറിയാം. എന്താണെങ്കിലും പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഒരു പുതിയൊരു തുടക്കമാണ്. കുട്ടികളെ പരമാവധി ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ലക്ഷ്യം. എല്ലാം മറന്ന് കുട്ടികളെ പരമാവധി സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു പഴയതൊന്നും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാം ചുമർ ചിത്രങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. സ്ട്രക്ചർ മൊത്തം മാറിക്കഴിഞ്ഞു ആ രീതിയിലേക്ക്. അങ്ങനെ എന്താണെങ്കിലും വേദനകളിലൊന്നും ഇല്ലാത്ത പുതിയ ഒരു ലോകത്തേക്കാണ്. നമുക്ക് ഈ കാഴ്ചകൾ കാണാം. എന്താണെങ്കിലും സ്കൂളിൻ്റെ സ്ട്രക്ചറൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇവിടെ എല്ലാം പുതിയ ചിത്രങ്ങൾ, ഈ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരുന്ന എഴുത്തുകളും എല്ലാം മാഞ്ഞ് കുട്ടികളെ സംബന്ധിച്ച് ഒരു പുതിയ സ്കൂളിലേക്ക് വരുന്ന പ്രതീതിയാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. ഇവിടെ ക്ലാസ്സിലൊക്കെ കാണാം കുട്ടികളൊക്കെ തൊപ്പിയും ബലൂണും ഒക്കെ പിടിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. മക്കളെ, എങ്ങനെയുണ്ട് സ്കൂളിൻ്റെ? സൂപ്പറായിട്ടുണ്ടോ? എന്താണ് പുതിയ തൊപ്പിയെ കിട്ടിയിട്ടുണ്ട്? പേരെന്താ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ചിത്രങ്ങളൊക്കെ കണ്ടോ? സ്കൂളിലെ ഇഷ്ടപ്പെട്ടോ? മിഠായി കിട്ടിയോ? ഇല്ല, തൊപ്പിയും ബലൂണേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? എന്താ മക്കളെ, എന്ത് തോന്നുന്നു സ്കൂളിൽ വന്നിട്ട്? ഇഷ്ടമായോ? ഏത് ചിത്രങ്ങളൊക്കെ കണ്ടോ പുറത്തുള്ള? ഈ മിഠായി ഉണ്ട്, ലഡു ഉണ്ട്, എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടിരുന്നതൊക്കെ ഇല്ല, കണ്ടിരിക്കുകയാണ്. എന്താണ് ടീം? ഇത് ഗൈഡ്സ് ആണോ? മോട്ടോർ ഗൈഡ്സ് ആണോ? യൂണിഫോമാ? എന്താണ് ഇവിടെ വന്നിട്ട് തോന്നുന്നത് നമുക്കൊക്കെ? പുതിയ സ്കൂൾ പോലെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ സ്കൂളിൽ നിന്ന് മാറിയോ? കുറെ ചിത്രങ്ങളൊക്കെ മാറിയില്ലേ? എന്തൊക്കെ മാറി? ഇവിടെ ക്ലാസ് റൂമൊക്കെ കുറെ മാറിയാ? ഇഷ്ടമായോ? പുതിയതാണോ പഴയതാണോ ഇഷ്ടം? പുതിയത് ഇഷ്ടമാണല്ലേ? മൊത്തം ചിത്രമൊക്കെ വരച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട് അല്ലേ? വേറെ സ്കൂൾക്ക് വന്ന പോലെ ഉണ്ട്. ഇപ്പൊ വേറെ സ്കൂളിലേക്ക് വന്ന പോലെ ഉണ്ട് അല്ലേ? എന്താണ് മാലാഖമാര്, എന്താ പേര് നിങ്ങളുടെയൊക്കെ? നിങ്ങളൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്കൂളാണോ അത്? എന്തൊക്കെ മാറിപ്പോ? എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? എന്തൊക്കെ മാറി? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റിയത്? ഒക്കെ മാറി അല്ലേ? ചിത്രങ്ങൾ വന്നു പുതിയത് അല്ലേ? എന്നാണെങ്കിലും പുതിയ ഒരു സ്കൂളിലേക്ക് വന്ന പ്രതീതിയിലാണ് ഈ കുട്ടികളൊക്കെ തന്നെ. എല്ലാവർക്കും അനുമോദാണ് അവിടെ പാങ് സ്കൂളിലുള്ളത്. അവിടെയും അതിജീവനത്തിൻ്റെ കഥകൾ സ്കൂളിന് പറയാനുണ്ട്. അവർ എല്ലാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ട് കുട്ടികളെ ഒരു പുതിയ ലോകത്തേക്ക് നയിക്കുകയാണ് അധ്യാപകർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.